കോട്ടയം അയർക്കുന്നത്ത് പശ്ചിമബംഗാൾ സ്വദേശിയെ ഭാര്യയെ കൊലപ്പെടുത്തി മൃതദേഹം കുഴിച്ചിട്ടു. പശ്ചിമബംഗാൾ സ്വദേശി സോണിയെ പോലീസ് പിടികൂടി. ഭാര്യ അൽപ്പനയെ കാണാനില്ലെന്ന് കാണിച്ച പ്രതി പോലീസിൽ പരാതി നൽകിയിരുന്നു. ഭാര്യയെ കൊലപ്പെടുത്തി നിർമ്മാണം നടക്കുന്ന വീടിനുള്ളിൽ കുഴിച്ചിട്ടെന്നാണ് പ്രതി പോലീസിന് മൊഴി നൽകിയത്. ജോസി ബാബു ഉണ്ട് വിവരങ്ങൾ നൽകാനായി. ജോസി, ഈ കൊലപാതകത്തിനാസ്പദമായ സംഭവം എന്താണെന്നാണ് പോലീസ് പറയുന്നത്? ദൃശ്യം സിനിമാറ്റിക് മോഡലാണ് ഈ കൊലപാതകം നടന്നിരിക്കുന്നത്. നിർമ്മാണം നടക്കുന്ന വീട്ടിലാണ് ഭാര്യയെ കൊലപ്പെടുത്തി ഈ ബംഗാൾ സ്വദേശിയായ യുവാവ് കുഴിച്ചുമൂടിയത്. ബംഗാൾ സ്വദേശിയായ സോണിയാണ് ഇപ്പോൾ അയർക്കുന്നം പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. ഇയാളുടെ ഭാര്യ അൽപ്പന എന്ന യുവതിയെ കൊലപ്പെടുത്തി നിർമ്മാണം നടക്കുന്ന വീട്ടിൽ കുഴിച്ചിട്ടു എന്നാണ് ഇയാളുടെ മൊഴി. ഇതിന് പ്രകാരം ഇപ്പോൾ ഇയാളെ വിശദമായി ചോദ്യം ചെയ്യുകയാണ്. ദ്വിഭാഷിയുടെ സഹായത്തോടെയാണ് അയർക്കുന്നം പോലീസ് സ്റ്റേഷനിൽ ഇയാളെ ചോദ്യം ചെയ്തത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് പറയുന്നത് ഇങ്ങനെയാണ്: കഴിഞ്ഞ 14 മുതൽ ഈ യുവതിയെ കാണുന്നില്ല എന്ന് കാണിച്ച് കഴിഞ്ഞ 17-ാം തീയതി ഇയാൾ ഒരു പരാതി നൽകുന്നു. പോലീസ് സ്റ്റേഷനിലെത്തി തന്റെ ഭാര്യയെ കാണുന്നില്ല എന്നുള്ള പരാതി നൽകുന്നു. ഇത് സംബന്ധിച്ച് ഇയാളോട് ഇന്നലെ പോലീസ് സ്റ്റേഷനിൽ വരണമെന്ന് അയർക്കുന്നം പോലീസ് ആവശ്യപ്പെടുകയും ചെയ്തു. പക്ഷേ ഇയാൾ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയില്ല. ഇതേ തുടർന്നുള്ള സംശയമാണ് ഈ പ്രതിയെ പിടികൂടാൻ ഇടയാക്കിയത്. പിന്നീട് ഇയാളുടെ ഫോൺ പരിശോധിച്ചപ്പോൾ ഇയാൾ ട്രെയിനിൽ സഞ്ചരിക്കുകയാണെന്ന് മനസ്സിലായി. തുടർന്ന് എറണാകുളത്ത് റെയിൽവേ പോലീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇയാളെ അവിടെ നിന്നും കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. തുടർന്ന് അയർക്കുന്നത്ത് പോലീസ് സ്റ്റേഷനിലെത്തിച്ച് ചോദ്യം ചെയ്തപ്പോഴാണ് ഇത്തരത്തിൽ ഭാര്യയെ കൊലപ്പെടുത്തി കുഴിച്ചുമൂടി എന്നുള്ള കാര്യം പ്രതി സമ്മതിക്കുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ചുള്ള ചില തെളിവുകളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. നിർണായകമായ CCTV ദൃശ്യങ്ങളടക്കം ലഭിച്ചിട്ടുണ്ട്. അതായത് 14-ാം തീയതി ഇയാൾ ഭാര്യയുമായി അയർക്കുന്നത്ത് ഇളപ്പാനി എന്ന സ്ഥലത്ത് നിർമ്മാണം നടക്കുന്ന വീട്ടിലേക്ക് പോകുന്നതായി ദൃശ്യങ്ങളിലുണ്ട്. തിരികെ വരുമ്പോൾ ഇയാൾ ഒറ്റയ്ക്ക് മാത്രമായിരുന്നു. എന്തായാലും ഭാഷ ചോദ്യം ചെയ്യലിനൊരു പ്രതിസന്ധിയാണ്. ഈ ഒരു ഘട്ടത്തിലാണ് ദ്വിഭാഷയുടെ സഹായത്തോടു കൂടി ഇപ്പോൾ ചോദ്യം ചെയ്യുന്നത്. ഇവിടെ ചോദ്യം ചെയ്യൽ പൂർത്തിയായ ശേഷം ഈ സംഭവം നടന്ന ഇളപ്പാനിലെത്തിച്ച് അവിടെ മണ്ണ് തുരന്നുള്ള പരിശോധന നടക്കും. അവിടേക്ക് ഇപ്പോൾ പോലീസ് പൂർണ്ണമായും പോലീസിന്റെ നിയന്ത്രണത്തിൽ ബന്ദോബസ്തിലാക്കിയിട്ടുണ്ട്. അവിടെ എത്തി ഈ തുരന്ന് പരിശോധിച്ചാൽ മാത്രമേ ആയിരിക്കും ഇനി മൃതദേഹം കണ്ടെത്താനാകുക. അത് ഇയാൾ മറ്റെന്തെങ്കിലും പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ മൊഴി നൽകിയിട്ടുണ്ടോ എന്നുള്ള കാര്യം പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ എങ്ങനെയാണ് കൊല നടത്തിയതെന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അക്കാര്യങ്ങളിലൊക്കെ അടക്കം വിശദമായ ചോദ്യം ചെയ്യൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടെ പ്രതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റൊരു വിവരവും പുറത്തു വരുന്നത് ഇയാൾ കൊലപ്പെടുത്താനുണ്ടായ കാരണം ഈ ഭാര്യയ്ക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ടോ എന്നുള്ളൊരു സംശയമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഇത്തരത്തിൽ ഇയാൾക്ക് ഭാര്യയ്ക്ക് മറ്റൊരു ആളുമായി സൗഹൃദമുണ്ടായിരുന്നു എന്നുള്ള സംശയം ഇയാൾക്കുണ്ടായിരുന്നു. ഇത് സംബന്ധിച്ച് ചില കുടുംബ പ്രശ്നങ്ങൾ ഇവർക്കിടയിൽ ഉണ്ടായിരുന്നു. ഇത് സംബന്ധിച്ചുള്ള തർക്കങ്ങളാണ് ഈ അരുംകൊലയിലേക്ക് നയിച്ചത്. എന്തായാലും അതീവ ബുദ്ധിമാനായ ക്രിമിനൽ ബുദ്ധിയുള്ള ആളാണ് ഈ കൊലപാതകം നടത്തിയ സോണി എന്ന പ്രതി. കാരണം ഇയാൾ തന്നെ കൊലപാതകം നടത്തി കുഴിച്ചിടുകയും പിന്നീട് ഭാര്യയെ കാണുന്നില്ല എന്ന് കാണിച്ച് പോലീസിൽ പരാതി നൽകുകയും ചെയ്യുകയായിരുന്നു. എന്തായാലും പോലീസ് കൃത്യമായി ഇയാൾ ചോദ്യം ചെയ്യലിന് അല്ലെങ്കിൽ മൊഴിയെടുക്കാൻ വിളിപ്പിച്ചപ്പോൾ സ്റ്റേഷനിൽ വരാതിരുന്നതിനെ സംബന്ധിച്ചുള്ള അന്വേഷണമാണ് ഈ സംഭവത്തിൽ ഏറ്റവും നിർണായകമായിരിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം ഈ സംഭവ സ്ഥലത്തെത്തിച്ച് പ്രതിയെ തെളിവെടുക്കും. എന്തായാലും ഇപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്ന അയർക്കുന്നം പോലീസ് സ്റ്റേഷനിൽ പോലീസ് വിശദമായി പ്രതി സോണിയെ ചോദ്യം ചെയ്യുകയാണ്. അജി, കോട്ടയം അയർക്കുന്നത്താണ് പശ്ചിമബംഗാൾ സ്വദേശി ഭാര്യയെ കൊലപ്പെടുത്തിയത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ജോസി ബാബു.